ചെക്കൻ വന്നു തോന്നല്. അവൻ പോയതിന്റെ ഇവിടുന്ന് പോയതാ, പിന്നെ ഇപ്പോഴാണോ വരുന്നേ? നല്ല നാടൻ പച്ചക്കറിയാ വെച്ചോ. ഇത് കിഴങ്ങില്ലയോ? ആ അതല്ലേ നിനക്ക് തന്നെ. അല്ല, ഈ ഗൾഫുകാരെന്നൊക്കെ പറയുമ്പോ വണ്ടിയിലാ വന്നിറങ്ങണ്ടേ. നീ എന്തുവാടാ മണ്ടാശം പൊളിച്ചായിട്ട് ഇറങ്ങി? ചോദിക്കുന്നുണ്ടെന്ന് തോന്നില്ല. ബാഗ് ഉണ്ട്. അമ്മണിയമ്മയ്ക്ക് പാല് വേണമെന്ന് പറഞ്ഞില്ലയോ? ദാണ്ട പാല്. 2 മാസം മുമ്പ് പാല് വെച്ചാ ഇപ്പോഴാ കൊണ്ടെഴുന്നള്ളിക്കുന്നത്. പെട്ടി പൊട്ടിക്കാനുള്ളതിന്റെ മണം അടിച്ചതാ. അപ്പൊ എങ്ങനെ പെട്ടി പൊട്ടിക്കല്ലേ? ഇന്നാ അമ്മയ്ക്കൊരു കോടാലിത്തൈ. കഴിഞ്ഞ മാസം മൂത്ത മോനെ 2 പവന്റെ മാല കൊണ്ട് തന്നപ്പോ ഇത്ര എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഇന്ന അച്ഛന് മുരിങ്ങക്കോലിന്റെ ഒരു ടോർച്ച്. കൂട്ടുകാരാ, നിനക്ക് ഞാൻ ഗൾഫിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഐറ്റം കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കോലിട്ട് വാശിയ ഒരു ഐറ്റം. ജബറാണ്ടി സാധനം മോനെ. അതടിച്ചാൽ നീ ഇങ്ങനെ നടന്ന് കറങ്ങും. എടുക്കട്ടെ? നിനക്ക് അവിടെ മുരിങ്ങക്കോലിന്റെ കൃഷി വല്ല ആയിരുന്നോടാ? അച്ഛനോട് പറഞ്ഞ അതിന് അച്ഛൻ ഇവിടെ നാട്ടില് കൃഷി ചെയ്തിട്ടില്ലായിരുന്നു. അച്ഛാ, മുരിങ്ങക്കോല് നല്ലതാ അച്ഛാ. ചേട്ടാ, എനിക്കെന്ത് കൊണ്ടുവന്നേ? നിനക്ക് മുരിങ്ങക്കോലിന്റെ ഒരു ഐറ്റം ഉണ്ട്, ഞാൻ പിന്നെ തരാം. ചേട്ടാ എനിക്കോ? എടാ നീയേ അപ്പുറത്ത് അയ്യത്തോട്ടൊന്നും ചെല്ല്. അയ്യോ, അതെന്തോ വന്ന വഴിക്ക് അയ്യത്ത് വല്ലതും വീണ്ടും ഇതായോ? ഇല്ല, അയ്യത്തെ മുരിങ്ങയ്ക്ക നിൽക്കുന്നതുണ്ട്. അതങ്ങനെ പിച്ചി തിന്ന് കുറച്ച് ആരോഗ്യം മാറട്ടെ. അച്ഛാ, അത്താഴം കഴിച്ചോ? ഇത് അച്ഛന് വേണ്ടിട്ട് ഗൾഫിൽ നിന്ന് മുരിങ്ങയ്ക്ക വെച്ചുണ്ടാക്കിയ ഒരു സ്വയം സാധനം. ഭയങ്കര വിലയാ. അച്ഛനാ. അല്ല, ഫ്ലാസ്കോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഡൗട്ട് തോന്നത്തില്ലോ. അതുകൊണ്ട് ഇതിനകത്ത് ഒഴിച്ചു കൊണ്ടുവന്നെയാ. ശരിയാച്ചാ, മോനടിച്ചായിരുന്നു? ഇല്ല, ഞാൻ അടിച്ചില്ല. ഒരെണ്ണം അടിക്കുന്നു. ഇല്ല, എനിക്ക് വേണ്ടച്ചാ. അല്ല, ഒരെണ്ണം അടിച്ചിട്ട് ഇല്ല, എനിക്ക് വേണ്ട. അടിക്കടാ. ഇല്ല, വേണ്ടച്ചാ. തന്തയിലൂടെ പറഞ്ഞടിച്ചിട്ട് പോടാ. എടാ, അച്ഛന്റെ നിർബന്ധത്തിന് ഒരെണ്ണം അടിക്കാം. അച്ഛൻ അടിക്കുന്നില്ലയോ? ഇല്ലടാ മോനെ, എനിക്ക് കുറച്ച് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അത് കഴിച്ചിട്ട് അടിച്ചോളാം. അല്ല, അച്ഛനെ വേണ്ടി കൊണ്ടുവന്നേ. എനിക്കറിയാം. കത്തി എരിയുന്ന. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിക്കണം. ഇല്ലേ പ്രശ്നം? മണ്ണിടിച്ച് കുഴപ്പമില്ല, അടിച്ചു. നല്ല സാധനമാണോടാ? നല്ല കയ്പ്. എല്ലാം ഇറങ്ങാൻ കൂടെ പോച്ചി പാട്. നല്ലപോലെ അവിടെ മനസ്സിലാവില്ല. ഒരെണ്ണം കൂടെ അടിച്ചിട്ട് ഞാൻ കറക്റ്റ് പറയാം. ഒരെണ്ണം കൂടെ അടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ടാ മോനെ? ഇത് ഞാൻ അവിടെ നിന്ന് അടിച്ച സാധനമാണ്. എന്തോരം ഇത് പന്തികേട് വരെ. അച്ഛൻ ഒരെണ്ണോട് പൈസ തരാ. എന്നാ കുടിച്ചു? അതാ ഇന്ന് അച്ഛൻ ഇത് ഞാൻ അച്ഛന് വേണ്ടിട്ട് ദുബായിന്ന് കൊണ്ടുപോകും. എനിക്ക് മോനെ, എനിക്കറിയാം. ഒരാൾക്കും ഒരു തുള്ളി പോലും കൊടുക്കരുത്. ഇല്ല, അച്ഛൻ മൊത്തം കുടിക്കണം. അപ്പൊ അച്ഛാ അത് അടിച്ച് പൂതാവരുത് കേട്ടോ. നായിന്റെ മോൻ. അല്ലേ, ഇതെന്ത് സാമ്പാറാ? ഒരു മുരിങ്ങക്കയുടെ കഷ്ണം പോലും ഇല്ലല്ലോ. അയ്യേ മോളെ, നമ്മുടെ ഐറ്റം എന്ത്? ഇതെന്താ മുരിങ്ങയ്ക്ക മാത്രമുള്ള അവിയല്ലോ? ഇതെന്തിനാ ഇത്രയും മുരിങ്ങയ്ക്ക? ഇതാ എനിക്കും ചോദിക്കാനുള്ളേ. അവന് മാത്രം എന്തുവാ? എടാ, ഉമേഷ് അണ്ണൻ ഗൾഫിൽ നിന്ന് വന്നടാ. അല്ല, അതിന് ഉമേഷ് അണ്ണൻ ഗൾഫിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. എന്തു? എടാ, ഉമേഷ് അണ്ണനെ സാമ്പാർ കൂട്ടത്തില്ല. ഇതെന്തുവാടാ, ഉമേഷ് അണ്ണൻ ഗൾഫിൽ നിന്ന് വന്ന് സാമ്പാർ കൂട്ടത്തില്ല? എനിക്കിതും കൂടെ മനസ്സിലാവുന്നില്ല. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓ, എന്നിട്ട് ആളെന്തേ? സാമ്പാർ എനിക്ക് വേണ്ട കേട്ടോ. ഡേ രാവിലെ ഇഡലിയുടെ കൂടെ, ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ, രാത്രി ചപ്പാത്തിയുടെ കൂടെ, ഇങ്ങനെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ? പുള്ളി അറിയില്ല. എന്തുവാടാ ഇത്? ആർക്കും വേണ്ടാത്ത കുറെ കഷ്ടങ്ങൾ നമ്മളകത്ത് പറക്കിയിട്ടുണ്ടാണോ നമ്മളെ വേണ്ടാത്ത? ഇതിനകത്തേ മുരിങ്ങയ്ക്ക മാത്രമല്ല, ക്യാരറ്റ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവയ്ക്ക എല്ലാം ഉണ്ട്. അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. എടാ, ഇവരുടെ ഹിസ്റ്ററി നിനക്ക് അറിയാത്തോണ്ടാ. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതിന് ഇയാളാര് കാര്യങ്ങളെല്ലാം അങ്ങ് അറിയാൻ? എടാ, ഓണത്തിന് വേണ്ടി 2 മാസം മുന്നേ ഉണ്ടാക്കിയത് തന്നെ. ആ 2 മാസം എന്താ നടന്നതെന്ന് നിനക്കറിയാവോ? പറ. വളരെയധികം സന്തോഷമുണ്ട് എന്നെ ഒരു മികച്ച കർഷകനായിട്ട് തെരഞ്ഞെടുത്തതിൽ. ചേട്ടൻ ഈ 2 സെന്റിൽ എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്?
ഇഷ്ടം പോലെ 4 കിൻഡല് കിഴങ്ങ്, 3 കിൻഡല് പയറ്, 2 കിൻഡല് തക്കാളി. എന്ന് പറയുമ്പോൾ നമ്മൾ ശുദ്ധം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ശുദ്ധമായിട്ടുള്ള ചാണകം പശുവിന്റെ, ശുദ്ധമായിട്ടുള്ള കഞ്ഞിവെള്ളം, ശുദ്ധമായിട്ടുള്ള ചാമ്പല്, ശുദ്ധമായിട്ടുള്ള യൂറിയ, ശുദ്ധമായിട്ടുള്ള എൻഡോസൾഫാൻ, ശുദ്ധമായിട്ടുള്ള സ്റ്റെറാമില്, പിന്നെ വാഷിങ്ങിനകത്താണ് മെയിൻ സംഭവിക്കുന്നത്. സാറേ, സത്യമായിട്ട് ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് സ്പ്രേ അടിച്ച് ഓർഗാനിക് പച്ചക്കറി ആയിട്ട് വിൽക്കുന്നല്ല. ഇതൊക്കെ ഓർഗാനിക്കാണ്. അതെ, ഞാനൊരു ടെസ്റ്റ് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? അല്ല ഇപ്പോ നീ എട്ടിയിരിക്കുക, ഇനി അടുത്തെന്ത്? ഇല്ല, പുള്ളിക്കാരി ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് തൊട്ട് നക്കുന്നു. എന്തോ ഒരു വശപശ ഇല്ലയോ? അതിപ്പോ എന്നെ ഇടയ്ക്ക് വന്ന് തൊട്ട് നക്കാറുണ്ട്. എടാ പൊട്ട, അത് വെള്ളം അടിക്കാനില്ലയോ? ഇതൊന്നുമല്ല, വേറെ എന്തോ ഒരു സംഭവം ഇറക്ക്. അതെ, പുള്ളിക്കാരി ഇനിയും വരും. ആരെ നോക്കാതെ പുളിയിഞ്ചി പാത്രം ഇനി എടുക്കുവാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. മോനെ ഇച്ചിരി പുളിശ്ശേരി എടുക്കട്ടെടാ. പുളിശ്ശേരി ഒന്നും എനിക്ക് വേണ്ട. ഇതുകൂടി നമ്മളെ ആർക്കും വേണ്ടായോ? ഹലോ, സദ്യ കംപ്ലീറ്റ് ആണ്, നമ്മളിവിടെ വേണം. അച്ഛനോട് ഇന്ന് നിനക്കൊന്നും എന്നെ വേണ്ട, നാളെ രാവിലെ ആവട്ടെ. നീയൊക്കെ തപ്പി അടക്കും എന്നെ നോയിക്കും. അച്ഛൻ ഇന്നലെ മാട്ട അടിയായിരുന്നു, വെളി ഇപ്പോഴും വേണ്ടില്ല. എനിക്കല്ലയോ അഴിച്ച്. എടാ നോക്കിയടാ, പുള്ളിക്കാരി എന്തിനടുത്ത് കഴിക്കുന്നേ? ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാ. സംതിങ് ഫിഷ്. എന്നെ എവിടെ കൊണ്ടുപോവാ? അല്ല, ആ പോയ സാധനം തിരിച്ചു വരും. പൂപ്പല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്റെ കാര്യത്തിലും തീരുമാനമാവും. മാങ്ങ വേണം മോനെ. ആ, ഒരു കുപ്പി എടുത്ത് റൂമിലോട്ട് വെച്ചേര്, ഇല്ലയോ? എന്തുടാ മോനെ? ഒരു കേക്ക് ചുമ്മാ സ്നാക്സ് ആയിട്ട് കഴിക്കാമല്ലോ. അച്ഛന് വേണോ? അച്ഛന്റെ സമയം കഴിഞ്ഞിട്ടോടെ. അത് ശരിയാ, പോയതല്ലേ. ഹലോ ഹബീബി, കഫാലക്. ഓ എന്താ ഹബീബി, ഷുറു 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 കറോ. മോനെ ഓണം വന്നോണം വന്നോണം വന്നേ, ഓണം വന്നോണം വന്നോണം വന്നേ, ഈ അടിക്കരടി വേണ്ടെന്ന് വെച്ചപ്പോ കോയിക്ക് അപ്പുള്ള കീറി കെട്ടിയേ.